ഈ കുറച്ചുകാലം മുൻപുള്ള ഒരു കഥയിലേക്കാണ്. കഥയല്ല, സംഭവം യാഥാർത്ഥ്യമാണ്. സുനാമി സർവ്വതും കൊണ്ടുപോയപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചുവരാനുള്ള ഏക പിടിവള്ളി സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയായിരുന്നു. എന്നാൽ പുനരധിവാസത്തിന്റെ ഭാഗമായി നിർമ്മിച്ച വീടുകളിൽ പലതും ഇന്ന് വാസയോഗ്യമല്ല എന്ന പരാതിയാണ് കാസർഗോഡ് കുമ്പളയിൽ ഉയരുന്നത്. ചോർന്നൊലിക്കുന്ന ഇലക്ട്രിക്കൽ വയറിംഗ് ശരിയില്ലാത്ത വീടുകളിൽ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സുനാമി പുനരധിവാസ പദ്ധതിയുടെ പേരിൽ സംസ്ഥാനത്ത് നിർമ്മിച്ചു നൽകിയ വീടുകളിൽ താമസിക്കാൻ കഴിയുന്നില്ലെന്ന പരാതി വ്യാപകമായി ഉയരുന്നുണ്ട്. മഴക്കാലത്ത് ചോർച്ചയും വൈദ്യുത വയറുകളിൽ നിന്ന് ഷോക്കേൽക്കുന്നതും പതിവാണ്. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ വീടുകളിൽ എങ്ങനെ താമസിക്കുമെന്നാണ് രക്ഷിതാക്കൾ ഉയർത്തുന്ന ചോദ്യം. മഴ പെയ്താൽ വീടുകളിൽ വെള്ളം ഊർന്നിറങ്ങും. ചുമരിലും മേൽക്കൂരയിലെ കോൺക്രീറ്റിലുമെല്ലാം ചോർച്ചയാണ്. ചെരിപ്പിടാതെ ചുമരിൽ തൊട്ടാൽ ഷോക്കേൽക്കും. മഴ പെയ്യുമ്പോൾ കുട്ടികൾക്ക് വൈദ്യുതാഘാതമേൽക്കുമോ എന്ന ആദിയാണിവർക്ക്. ഇത് ഒരു വീട്ടിലെ മാത്രം സ്ഥിതിയല്ല. പ്രദേശത്തെ 38 വീടുകളിലും ഇങ്ങനെയാണ് അവസ്ഥ. 38 വീടും ഇവിടെ ചോർന്നിട്ട് ഇത് ഞങ്ങൾ കുറേ പ്രാവശ്യമായി ഞങ്ങൾ ഇതിനെ പഞ്ചായത്തിലേക്ക് അപേക്ഷ കൊടുക്കുന്നത്. പഞ്ചായത്താർ പറയുന്നത് ഞങ്ങൾക്ക് ഇനി ആ ഒരു ഇതും ഇല്ല, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വീട് എന്നാണ് പറയുന്നത്. ഒരു 10 കൊല്ലം 12 കൊല്ലം വരെ ഞങ്ങൾ ടാക്സ് ഓർമ്മേങ്ങിനി. അപ്പോൾ ഞങ്ങൾ ടാക്സ് ഓർക്ക് എടുക്കേണ്ട ഒരു ഇതും ഇല്ല. തെക്കൻ കേരളത്തിലുണ്ടായ സുനാമിയിൽ വിറങ്ങലിച്ചു നിന്ന കാലത്ത് സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ് സുനാമി കോളനികൾ. കടലോരത്തെ താമസക്കാരെ അപകട മേഖലയിൽ നിന്നും പുനരധിവസിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. 3 സെന്റിൽ ഒതുങ്ങുന്ന കുഞ്ഞു കോൺക്രീറ്റ് വീടുകളാണ് പദ്ധതിയുടെ ഭാഗമായി ഇവിടെ നിർമ്മിച്ചത്. 2 മീറ്റർ വീതിയും 2 മീറ്റർ നീളവുമുള്ള 2 മുറികളും അടുക്കളയും ഉൾക്കൊള്ളുന്നതാണ് വീടുകൾ. കോളനിയിലെ കിണറിലാണെങ്കിൽ മലിനജലമാണെന്നും ഇവർ പറയുന്നുണ്ട്. നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകുന്നില്ലെന്ന് താമസക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഓരോ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇതിൻ്റെ സത്യാവസ്ഥ കണ്ട് മടങ്ങുന്നതല്ലാതെ ഇവരെ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നില്ല. കാരണം നമ്മൾ സ്വന്തം വീടുകളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ എന്താണോ ഇതിന് പരിഹാരം? അത് പഞ്ചായത്താണ് മുൻകൈ എടുക്കേണ്ടതെങ്കിൽ അങ്ങനെ, അതല്ല വേറെ ബന്ധപ്പെട്ട MLA MP ഏതൊക്കെ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ അത് ഉപയോഗിച്ച് ഈ പാവങ്ങളെ ഈ ഒരു ബുദ്ധിമുട്ടിനൊരു പരിഹാരം കാണണം എന്ന് മാത്രമാണ് നമ്മുടെ ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അതിൽ നമ്മൾ കൈമലർത്തിയിട്ട് കാര്യമില്ല. കാരണം ഇവർക്ക് ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും, ഇതിപ്പോൾ ഏകദേശം മഴക്കാലം കഴിയാറായി, ഇനിയിപ്പോൾ അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും ഇവർക്ക് എന്തെങ്കിലും ഒരു പരിഹാരം, എങ്ങനെയാണ് ചോരാണ്ടിക്കേണ്ടത് അതിനൊരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണമെന്നതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ നമ്മുടെ ഒരു ആവശ്യം. മത്സ്യത്തൊഴിലാളികളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സർക്കാർ നടപടി ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് സുനാമി പുനരധിവാസ മേഖലകളിൽ വീട് നിർമ്മിച്ചു നൽകിയതിൽ ക്രമക്കേട് നടന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സർക്കാർ ഖജനാവിൽ നിന്ന് ജനങ്ങൾക്ക് ഫണ്ട് നൽകുമ്പോൾ അതവരിലേക്ക് പൂർണ്ണമായും എത്തുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കപ്പെടണം. തെറ്റ് ചെയ്തവർക്കെതിരെ നടപടി ഉണ്ടാവണം. കുമ്പളയിൽ നിന്ന് അരുൺ പാറക്കൽ, 24.